കുടുംബത്തിനും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം സ്ത്രീകളെ പരിചയപ്പെടുവാൻ കഴിയും. അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്നും നമുക്ക് ധാരാളം പഠിക്കുവാനും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിയുന്ന നല്ല മാതൃകയാക്കാവുന്ന വേദപുസ്തകത്തിലെ ചില സ്ത്രീ കഥാപാത്രങ്ങളെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. വേദപുസ്തകത്തിലെ സ്ത്രീ രത്നങ്ങൾ. സാറ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം ചെന്നിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ട സ്ത്രീരത്നം സാറ. മിരിയാം, ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും കനാനിലേക്ക് നയിച്ചുകൊണ്ട് പോകുവാൻ സഹോദരന്മാരായ അഹരോനോടും മോശയോടും ഒപ്പം നിന്ന ധീര വനിത. ഇസ്രായേലിന്റെ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിരിയാം തപ്പെടുത്തു. സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. ദെബോര, ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ ദെബോര ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കനാന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാരാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ ബാരാക്കിന് ധൈര്യം പകർന്ന് യുദ്ധത്തിന് ഉത്തേജനം പകരുവാൻ ബാരാക്കിനും സൈന്യത്തിനുമൊപ്പം ഇറങ്ങിത്തിരിച്ച് കനാന്യർക്കെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് ഉജ്ജ്വല വിജയം നേടുവാൻ ദൈവം ഉപയോഗിച്ച ദീർഘദർശിനി. അതിനുശേഷം ദെബോര പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു. രൂത്തും നവോമിയും. യഹോവയോടും അമ്മാവി അമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത യഹൂദ നാട്ടിലേക്ക് ഇറങ്ങി പുറപ്പെട്ട മോവാബിയ സ്ത്രീയായ രൂത്ത് തന്റെ ദൈവഭക്തിയും കഠിന അധ്വാനവും വിശ്വസ്തതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം. മരുമക്കളിൽ ഒരാളായ ഓർപ്പ തന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയപ്പോഴും രൂത്ത് അമ്മാവി അമ്മയായ നവോമിയോട് പറ്റി നിന്നു. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നത് മരുമക്കൾക്ക് ഒരു മാതൃകയാണ്. അതുപോലെ യാതൊരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത തന്നോടുകൂടെ ഇറങ്ങിത്തിരിക്കുവാൻ രൂത്തിനെ പ്രചോദനമായത് സ്നേഹനിർമ്മലയായ നവോമിയുടെ ഇടപെടലുമാണ്. മരുമക്കളോടുള്ള സമീപനത്തിന് അമ്മായി അമ്മമാർക്ക് ഇതൊരു മാതൃകയാക്കാവുന്നതാണ്. ഹന്ന, ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായിരുന്ന ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന. ഹന്നയുടെ മടുത്തു പോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ്. ദൈവസന്നിധിയിൽ കരയുന്ന മാതാവിന്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ദൈവം ഹന്നയ്ക്ക് നൽകുന്ന വിജയം. ഹന്നയെ പോലെ തന്നെ നമുക്കും ദൈവസന്നിധിയിൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അബിഗേൽ,